ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി വെടിതീരും. ആരെ കിട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ് സ്ത്രീയെ നിങ്ങൾ ഈ സിനിമ എടുത്തത്? എനിക്ക് അപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. സിനിമ തുടങ്ങിയിട്ടേ യാഷ് വരുന്നു വെടിവെക്കുന്നു, യാഷ് വരുന്നു വെടിവെക്കുന്നു. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ നിനക്ക് നോട്ടം എന്റെ അരയ്ക്ക് താഴ്പോട്ടാ. ഇത് എഴുതി വെച്ചേക്ക. അരെ മഹേഷ് കുഞ്ഞുമാനാണോ ഇത് ഡബ് ചെയ്തേക്കുന്നേ? എനിക്ക് സംശയമുണ്ട്. ആ, നല്ല നല്ല ഡബിങ് ആയിരുന്നു. ഒരേ തരത്തിലുള്ള വെറുപ്പിക്കല്. നമ്മുടെ കോക്കണ്ണന്റെ റിവ്യൂ ഉണ്ടായിരുന്നു ടോക്സിക്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഞാൻ ആ പടത്തിൽ ഡബ് ചെയ്തിട്ടില്ല, ഞാൻ ആ പടത്തിൽ വർക്കേ ചെയ്തിട്ടില്ല. അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇതിന്റെ പേരിൽ ഇനിയൊരു ഇഷ്യൂ വേണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി എന്തെല്ലാം നീ കേൾക്കാനിരിക്കും, കേട്ട് ഞെട്ടാനിരിക്കും. പിന്നെ അനീഷ് ഗോപാല് ആ എംബോക്കിനെ ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. പുള്ളിയും കൂതറയില് ഒരു പെണ്ണിനെ കിസ്സടിച്ചപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു കയറി വന്ന. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈ ചങ്ങായിക്ക് എങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രം കിട്ടുന്ന അനീഷ് ഗോപാലിന്? താങ്കളെ കുറിച്ച് അറിയും തോറും ഞാൻ അത്ഭുതപ്പെടുകയാണ്. കിസ്സടിക്കുക, ഇങ്ങനത്തെ പരിപാടി, ബെഡ്റൂം സീൻസ്, റേപ്പ് അറ്റംപ്റ്റ്. ഈ സ്വാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? അയ്യ, ഈ അനീഷ് ഗോപാലിനെ പോലത്തെ ഒരു അടിക്ക് 4 പീസാവേണ്ട ഒരുത്തന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി. ആര് ധ്രുവേ പട്ടി കൊറേ കാലം നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. റിവ്യൂ പറയുമ്പോ നീ വെള്ളടിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? സത്യമല്ലേ? ഞാനോ കള്ളു കുടിച്ചെന്നോ? അയ്യേ, ഇത് മൊണ്ണടാ. അനീഷ് ഗോപാലിന്റെ അടുത്ത് അടി വാങ്ങിയ നീ നാണമില്ലേ? അനീഷ് ഗോപാൽ ഊള, ധ്രുവൻ മൊണ്ണ. റിവ്യൂ ഇങ്ങനെ ഇത് ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. എന്തോ അനീഷ് ഗോപാലെ നീ കാണിച്ചത്? നിനക്ക് വയ്യേ? നിനക്ക് തകരാറാണോ? അവനെ വിടാൻ പാടില്ല, പൊക്കണം, ഏത് പാതാളത്തിലാണെങ്കിലും. എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്റെ ഭാര്യ ഭയങ്കര ഗ്ലൂമി ആയി പോയി. നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ചിരിച്ചോണ്ടിരുന്ന എന്റെ മക്കള് പെട്ടെന്ന് ഇതായി പോയി. ഞാൻ അശ്വന്ത് ഗോക്കിനോടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കണ്ടുപോയാ കൊല്ലും ഞങ്ങള്. ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല പോകാറായില്ലേ ചോദിക്കാം.